കാറ്റിലാടുന്ന കതിരും ഇന്നെന്തിനോ കാത്തു നിൽപ്പു നാണമോടെ ഈ പാട്ടുമൂടുന്ന പുഴയും ഈ പൂതേടും ശലഭവും ഇന്നാരെയോ കാണുവാൻ പോകയായി പരവായി കേരം തിങ്ങും നാടിൻ ഉത്സവനാട് വെൽക്കം ടു Pro-Culina. Pro-Culina എല്ലാ കുടുംബാംഗങ്ങൾക്കും ഓണാശംസകൾ. തിരുവോണമാണ്. നമുക്ക് ഇന്ന് തിരുവോണത്തിൻ്റെ സന്തോഷം മാത്രമല്ല, എൻ്റെ ഫാമിലിയിലേക്ക് 100 പേരിൽ കൂടുതൽ 100 സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലായിരിക്കണം. അതിൻ്റെ ഒരു വലിയ സന്തോഷം കൂടി പങ്കിടാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിൽ തൊട്ട് നന്ദി. അതുപോലെ തന്നെ മുമ്പോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സേമിയ പായസമാണ്. ഓണം ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കുറച്ച് തിരക്കുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു തേങ്ങ പിഴിഞ്ഞുള്ള പായസത്തിനുള്ള സമയമൊന്നും നമുക്ക് മുമ്പിലില്ല. അപ്പോൾ ചെറിയൊരു സേമിയ പായസം വെച്ചിട്ട് നമുക്ക് ഈ ഓണം ആഘോഷിക്കാം. നെക്സ്റ്റ് ടൈം ഞാൻ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിഷസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു സമയത്തേക്ക് സേമിയ പായസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക് യു സോ മച്ച്. ഇനിയും മുന്നോട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു എവരി വൺ. നമ്മൾ സേമിയ പായസം ഉണ്ടാക്കാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പാല്, പഞ്ചസാര, പിന്നെന്താണ് ഇത് കശുവണ്ടി പരിപ്പ്, ഇത് മുന്തിരിങ്ങ, ഉണക്കമുന്തിരിങ്ങ, ഇത് കുറച്ച് ഏലക്കായ, അതുപോലെ തന്നെ വെർമിസല്ലി, സേമിയ, പിന്നെ കുറച്ച് നെയ്യ്. ഇത്രയും സാധനം കൊണ്ടാണ് നമ്മളിന്ന് ഇത് ചെയ്യാൻ പോകുന്നത്, പായസം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇത്രയും സാധനങ്ങൾ കൂട്ടിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. കുറച്ച് വെള്ളം ഞാനിവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളപ്പിക്കാനായിട്ട് കുറച്ച് ചൂടുവെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് പ്രോസസ്സിലേക്ക് പോവാം. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വെച്ചു. ഇത് ഏതായാലും നമുക്ക് ഈ വെർമിസല്ലി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ സെയിം നെയ്യ് വെച്ചിട്ട് തന്നെ നമുക്ക് വെർമിസല്ലി വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കണം. ചുമക്ക വറുത്ത് മാറ്റി വെക്കാം. അപ്പം എന്താ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഒരുമാതിരി വീർത്ത് മഞ്ഞയായിട്ട് വരും. അത് വരെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഏലക്ക, മുന്തിരി നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം മുന്തിരിങ്ങ ഒന്ന് മാറ്റിയെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്നുകൂടി ഒന്ന് റെഡ് കളർ ആവാനുണ്ട്. ആദ്യം മുന്തിരിങ്ങ ഒന്ന് മാറ്റിയെടുക്കാം. നമ്മൾ പറഞ്ഞതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നന്നായിട്ട് വറുത്ത് മാറ്റിയെടുത്ത് വെച്ചു. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ശകലം കൂടി നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം ഇതൊന്ന് വെർമിസല്ലി ഒന്ന് വറുത്തെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെർമിസല്ലി, ഇതിന് നീളത്തിലുള്ള വെർമിസല്ലിയാണ് ഇഷ്ടം കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നീളത്തിലുള്ള വെർമിസല്ലിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മേടിച്ചിട്ടുള്ളത് വെർമിസല്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്മിലേക്ക് ഇട്ടേക്കുക. കാരണം ഉള്ളിലേക്ക് ഓൾറെഡി നല്ല ചൂടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇതെല്ലാം കൂട്ടി ചൂടും കൂടെ കൂട്ടിയിട്ട് ചിലപ്പോൾ കരിയാൻ ചാൻസ്. അതിനുശേഷം നന്നായിട്ടൊന്ന് വറുത്ത് ചുമന്ന കളർ വരണോളം വരെ വറുത്തെടുക്കുക. തലയെടുക്കും. ഓണത്തിൻ്റെ വെള്ളവും തിളച്ചിട്ട് ഇതെല്ലാ സൈഡിലേക്ക് എത്തണ വിധത്തിൽ കിടക്കണമല്ലേ. വറക്കാനൊരു പാട് ഒന്ന് കൈകൊണ്ടൊന്നും ഓടിച്ചില്ല. പിന്നെ എല്ലായിടത്തും എത്തിക്കൊള്ളും. നമ്മൾ ഓണത്തിന് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളോട് എപ്പോൾ ചോദിച്ചു
ചോദിച്ചാലും അവരുടെ ഫേവറേറ്റ് പായസം വെള്ളപ്പായസം തന്നെയായിരിക്കും. അത് വെള്ളപ്പായസം എന്ന് ഉദ്ദേശിക്കാൻ നമുക്ക് തന്നെയാണ്. എപ്പോഴും പ്രായമുള്ളവർക്ക് മറ്റേ പായസം, ശർക്കര പായസവും പരിപ്പായസം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് അവർക്ക് സേമിയ പായസം വേണം എന്നാണ്. നമ്മുടെ കുട്ടികൾക്കും പ്രിയപ്പെട്ടത് സേമിയ പായസം തന്നെയാണ്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും എളുപ്പമുള്ളതാണ്. എളുപ്പമുള്ളത് എന്നാൽ അത് തന്നെ ആക്കിയേക്കാമെന്ന് കരുതി കുറച്ച് സേമിയോ ബ്രൗണിഷ് കളറിലും കുറച്ച് സേമിയ കുറച്ച് വൈറ്റിഷ് കളറിലും കിടന്നത്. ഞാനൊരു ഉപ്പ് വരുന്നത് അതിലാണ്. പായസം ഉണ്ടാക്കി വയ്ക്കുമ്പോഴേ എനിക്ക് എപ്പോഴും പ്രാധാന്യമുള്ളതാണ്. അപ്പം ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കാം. ഇല്ല പഞ്ചസാര ഇട്ടില്ലേ, നമ്മളിതൊക്കെ വെന്ത് ശരിക്കും ലാസ്റ്റ് സ്റ്റേജിലാണ് പഞ്ചസാര ഇടുന്നത്. അല്ലാതെ ഈ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ വേഗം പറയാം. അതിപ്പോൾ എന്താണ് ശർക്കരയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും നമ്മൾ ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വേവാനായിട്ട് നല്ല പാടാണ്. അതുകൊണ്ട് എപ്പോഴും ശർക്കര ചെയ്യുന്നതും പഞ്ചസാര ചെയ്യുന്നതും ലാസ്റ്റ് ഇതിനകത്ത് പഞ്ചസാര ശർക്കര ആണെങ്കിലും സാധനങ്ങളൊക്കെ വെന്തതിന് ശേഷം തന്നെയാണ്. ആദ്യം ചിലപ്പോൾ ബിഗിനേഴ്സിലൊക്കെ ആവുമ്പോഴേ അറിയില്ല. ആദ്യം ചാടിക്കഴിഞ്ഞിട്ട് പഞ്ചസാര ഇടരുത്, ശർക്കര നമ്മൾ നന്നായിട്ട് വറുക്കും. ഇത്രയും മതി. ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. കുറേയൊക്കെ ബ്രൗണിഷ് കളറിലായി, കുറച്ച് വൈറ്റ് കളറിലായി, ഇത്രയും മതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. നന്നായിട്ട് തിളച്ചിരിക്കുന്ന വെള്ളം പതുക്കെ സൂക്ഷിക്കണം. വെള്ളമാണ് കേട്ടോ ഒഴിച്ച്, പച്ചവെള്ളമല്ല, തിളച്ച വെള്ളം ഒഴിച്ചു. അതിനുശേഷം നന്നായിട്ട് ഇതൊക്കെ വെന്തെടുക്കട്ടെ. ഉള്ളിലായതുകൊണ്ട് വെള്ളം ഒഴിച്ചാൽ കുഴപ്പമില്ല, കാരണം നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടി. ഇത് വെന്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയും പാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വെന്ത് ശരിക്കും കുറുകി വെള്ളം തീർന്നു കഴിയുമ്പോൾ നമ്മൾ പാലൊഴിക്കും. നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒരു 2 ലിറ്ററോളം പാൽ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പാലിൻ്റെ ഒഴിച്ച് അതുകൂടെ വെന്ത് ഒന്ന് കുറുകി ആ വെള്ളമൊക്കെ തീർന്ന് ഒന്ന് കുറുകി വരുമ്പോഴാണ് പഞ്ചസാര ഇടുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ പഞ്ചസാര ഇടുന്നത്. നമ്മളിതൊന്ന് ആദ്യം വെന്ത് റെഡിയാവട്ടെ. വെന്ത് റെഡിയാവുന്നതോടെ വരെ, കാരണം സേമിയയ്ക്ക് ഒരുപാട് വേവുള്ള സാധനമൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് സമയം വേണം ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. വെന്ത് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പാലൊഴിക്കേണ്ടത്. ഒന്ന് വെന്ത് കുറുകട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വേവട്ടെ കേട്ടോ. ഇതുണ്ടോ വേവുന്നുണ്ട്. കുറച്ച് നേരം കൂടെ, ഒരുപാട് വെന്ത് കുഴയരുത്. എന്നാൽ പോലും നമ്മളത് കടിക്കാത്ത രീതിയിൽ നമ്മളൊന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊന്ന് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ഒന്നിങ്ങനെ പൊട്ടി വന്ന പോലെ ഇതായിട്ടില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് സേമിയ പായസം ഉണ്ടാകുമ്പോൾ കുറച്ച് വെള്ളം ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കട്ടോ. കാരണം നമുക്ക് ബൈ ചാൻസ് എന്തിനെങ്കിലും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചൂടുവെള്ളം യൂസ് ചെയ്യണം. തണുത്ത വെള്ളം യൂസ് ചെയ്യാനേ പാടില്ല. അപ്പോൾ അതുതന്നെ എപ്പോഴും ചൂടുവെള്ളം അവിടെ റെഡി ആയിരുന്നോട്ടെ. നമ്മളപ്പോൾ ഓൾമോസ്റ്റ് ഇത് വെന്തിട്ടുണ്ട്. നമുക്കിനി പാലും കൂടെ ഒഴിച്ച് ഒന്ന് വേവിക്കണം. പാലിലും കൂടി ഒന്ന് വേവിക്കണം. ഓൾറെഡി ചൂടുവെള്ളത്തിലൊന്ന് വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പാലിലും കൂടെ വേവിക്കും കുറച്ച് നേരം. അപ്പോൾ പാലൊഴിക്കാം. നമ്മൾ ഏകദേശം അത് വറ്റിയിട്ടുണ്ട്, വെള്ളം വറ്റിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് സൂക്ഷിക്കണോ, പാലൊക്കെയാണ് പാത്രം, അതിനേക്കാൾ ചൂടാണ്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാല് ഏകദേശം മുഴുവനാണ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് തിളപ്പിച്ച പാലാണ്. അപ്പോൾ പിന്നെ നമുക്ക് തിളയ്ക്കേണ്ട ഒരു പ്രോസസ്സൊന്നും വലിയ കാര്യമായിട്ടില്ല. ഇതൊന്ന് ഈ വെള്ളത്തിൽ വെന്തും അതിനകത്ത് നമ്മൾ വേവിച്ചെടുത്തു. ഇനി നമ്മൾ പാലിലും കൂടി ഒന്ന് വെന്ത് ഇത്തിരി ഒന്ന് കുറുകി വൈകിട്ട് വരുമ്പോഴത്തേനും കുറച്ച് ഏലക്ക പൊടിക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇച്ചിരി ഏലക്കായും കൂടെ ഇട്ട് പൊടിച്ച് നമ്മളിതിനകത്തേക്ക്, അത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാണ് കേട്ടോ, ഇപ്പോഴൊന്നും അല്ല. നമ്മൾ എടുത്ത് വയ്ക്കാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് വെച്ചതിടുമ്പോഴാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഏലക്ക പൊടിച്ച് തരുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പതുക്കെ വെന്ത് ഈ പാല് കിടക്കുന്ന വേവണ സമയത്ത് നമ്മൾ ഇച്ചിരി ഏലക്ക പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തുകൊണ്ട് വരാം.
നമ്മുടെ പായസം ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ പോയിട്ട് പഞ്ചസാരയും കുറച്ച് ഏലക്കായും കൂടെ പൊടിച്ച് നന്നായിട്ട് ഫൈൻ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പൊങ്ങി കിടക്കില്ല. ഈ പായസത്തിലൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കണം മഹാവൃത്തിയുടെ ഒരു ഭംഗിയില്ല കാണുന്നത്. അപ്പോൾ നന്നായിട്ട് അത് പൊടിച്ചെടുത്തു. അപ്പോൾ പിന്നെ പായസം പോലും അറിയില്ല ഇതിനകത്ത് ഏലക്കായ ഇട്ടിട്ടുള്ള കാര്യം. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ച്. ഇത് ഇപ്പോഴൊന്നും വേണ്ട, ലാസ്റ്റിലാണല്ലോ. അപ്പോൾ ഏലക്ക പൊടിയാൻ പാടാണെങ്കിൽ കുറച്ച് പഞ്ചസാരയുടെ കൂട്ടിയിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു തരാൻ വന്നത്. നമ്മുടെ പായസം ഒരുമാതിരി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പതുക്കെ ബബിൾസൊക്കെ വരുന്നുണ്ട് മേളിലേക്ക്. അപ്പം അതിനർത്ഥം പതുക്കെ തിളയ്ക്കുന്നുണ്ടെന്നാണ്. തിളച്ചാലും കുറച്ചുകൂടി ഇതിനകത്ത് ഒഴിച്ചേക്കുന്ന വെള്ളം, നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്ത വെള്ളം തീർന്നോളം വരെ നമ്മളത് വറ്റിച്ചുകൊണ്ടിരിക്കണം. കാരണം ആ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ്, പായസത്തിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ നമ്മളിതിനകത്ത് മിൽക്ക് മെയ്ഡോ വേറെ യാതൊരു ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യുന്നില്ല. ഉള്ളി പഞ്ചസാര, മധുരത്തിന് പഞ്ചസാര അല്ലാതെ ബാക്കിയൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഇതൊന്ന് വറ്റി കുറുകാനുള്ളൊരു സമയം, അത്രയും സമയം നമ്മൾ കിടക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പറഞ്ഞതുപോലെ ലാസ്റ്റാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോഴാണ് പഞ്ചസാര ചേർത്ത് അതും കൂടെ ശരിക്കും ഇതിനകത്ത് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഏലക്കായും പഞ്ചസാരയുടെ പൊടിച്ച് വെച്ചേക്കണം ആ മിക്സും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും, ബിഗിനേഴ്സിനും ആർക്ക് വേണമെങ്കിലും ഓണത്തിനൊരു പായസം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഇലയിൽ വിളമ്പാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് പുറത്തുനിന്ന് ഒരു സാധനം മേടിച്ച് കഴിക്കാൻ പറ്റില്ല. ഈവൻ വെജിറ്റബിൾസ് ആണെങ്കിൽ പോലും നമുക്ക് എത്ര ദൂരം കഴുകി ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നറിയുമോ. അപ്പോൾ നമ്മൾ ഈ വെറുതെ ഓണത്തിന് മിഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാർ കറക്റ്റായിട്ട് രാവിലെ പോയി ഒരു പാൽപ്പായസമോ അല്ലെങ്കിൽ ശർക്കര പായസമോ ഒക്കെ 1 ലിറ്ററൊക്കെ മേടിച്ച് വെച്ച് നമ്മുടെ തീൻമേശയിൽ വെച്ച് കഴിക്കുന്ന രീതി. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടേ നമുക്ക് മലയാളികൾക്ക് അതൊന്നും പറ്റാത്ത കാര്യമാണ്. കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുക്കാവുന്ന എന്തോരം ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മുടെ വിഭവം നമുക്ക് അറിയാമെന്ന് പറയും. ഇതൊന്നും ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് എളുപ്പത്തിന്, ഇത്തിരി പാടാണ് അടുക്കളയിൽ കയറാനൊക്കെ. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാച്ചുറൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ 1 ലിറ്റർ പാൽ മേടിച്ചിട്ടോ 2 ലിറ്റർ പാൽ മേടിച്ചിട്ടോ നല്ല പശുമാരൊക്കെ കിട്ടാനുണ്ടല്ലോ. അതൊക്കെ നമ്മൾ പെട്ടെന്ന് അത് ചെയ്തെടുത്ത് നമ്മുടെ കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കും കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, അതാണ് മെയിൻ. അപ്പോൾ ഈ ഓണത്തിന് നമ്മൾ ഉപ്പേരി, ശർക്കര വരട്ടി, പായസവും എരിശ്ശേരി, കൂട്ടുകറിയും എല്ലാം ഒരുമാതിരിയൊക്കെ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് സമയം കൊണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ഫ്രണ്ട്സൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞു എല്ലാ ദിവസവും ഓരോ വീഡിയോസ് നല്ലേ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളെല്ലാവരും ഒരു 108 പേര് അല്ലെങ്കിൽ അത്രയും പേരുള്ളൂ എനിക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും എന്താ പറയുക, മനസ്സിൽ തട്ടിയ നന്ദി തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് ഏതാണ്ടെന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കതിന് ശേഷം തിളച്ച് ശരിക്കും ഒന്ന് വെന്ത് റെഡി നോക്കാം. ഉള്ള സേമിയാസൊക്കെ വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ കുറച്ച് നേരം ഇച്ചിരി സിമ്മിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ശർക്കര പായസം അടി പിടിക്കുന്ന പോലെ പെട്ടെന്ന് പിടിക്കില്ല എന്ന് വെച്ചിട്ട് അങ്ങ് പോയേക്കത് അടുത്തുണ്ടാവണം. എന്നാൽ പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പറ്റും. തിരുവോണത്തിന് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെമി പായസം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. കാരണം വെള്ളപ്പായസമാണ് കുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ്. ബാക്കിയുള്ള പായസങ്ങളോടൊന്നും അത്ര പിടുത്തം പോരാന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരുടെയും കാര്യം അറിയില്ല കേട്ടോ. ഞാൻ കേട്ടിരിക്കുന്നത്, ഞാൻ കണ്ടിരിക്കുന്നത് ഒത്തിരി കുട്ടികൾ കമ്പനിയിലുള്ള ഒരാളാണ്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് അവർക്ക് സേമിയ പായസം ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ പായസത്തേക്കാളേറെ എൻ്റെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോഴും മറ്റേ പായസം ഉണ്ടാക്കിയാലും ഞാൻ കുറച്ച് സേമിയ പായസം ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും. കാരണം അവരെപ്പോഴും ചോദിക്കും വെള്ള പായസം ഉണ്ടോ ആൻറ്റി എന്ന് ചോദിക്കും. ആ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സേമിയ പായസം തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കാറ്. ഇന്ന് രാവിലെ ഞാൻ കുട്ടികളോട് എന്ത് പായസമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കുട്ടികളെല്ലാം എന്നോട് പറഞ്ഞത് സേമിയ പായസം തന്നെയാണ്. കുടുംബത്തിലെ കുട്ടികൾ ഓണല്ലേ, എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അത് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ സേമിയ പായസം തന്നെ ആക്കിയേക്കാമെന്ന് വിചാരിച്ചത്. പായസമേ നമ്മൾ ആ പാലിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സേമിയ എല്ലാം വെർമിസെല്ലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇത് ചേർക്കാൻ പോകാം, പഞ്ചസാര. ഈ പഞ്ചസാരയുടെ അളവാണ്. ഈ പഞ്ചസാരയിലും കൂടി ഒന്ന് മിക്സ് ആവണം. അപ്പം ഈ സമയത്ത് നമ്മൾ ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാര ചിലർക്ക് വളരെയധികം യൂസ് ചെയ്യില്ല, പക്ഷെ ചിലർക്ക് നല്ലോണം പഞ്ചസാര വേണം. പായസത്തിൽ നമ്മൾ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട്
അതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഇല്ലാതെ പറ്റില്ല. പിന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ സമയത്ത് പായസം ഒരു മധുരം കുറച്ച് കൊടുത്തിട്ട് അവർക്ക് എടുത്തു വെച്ചതിന് ശേഷം എടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ എല്ലാ പഞ്ചസാരയുടെ കാര്യം ഇട്ടിട്ട് തോന്നരുത്, ഇത് അപ്പടി മധുരമായും തോന്നരുത്. ഈ പഞ്ചസാരയിലും പാലിലും ഒക്കെ ഒന്നുകൂടി ഒന്ന് തിളച്ച് ഇതിങ്ങനെ തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് തിളയ്ക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടും. പിന്നെ വെള്ളം ഒരുപാട് കുറയ്ക്കരുത്, കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ വെർമിസെല്ലിയാണ് കിടക്കുന്നത്, കട്ടയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം തിളച്ച് ഒരുപാട് കുറുകാൻ സമയം എടുക്കരുത്. കാരണം പാത്രപ്പരുവം എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഇതിനകത്തൊക്കെ ഇരുന്ന് ഒന്ന് റെഡി ആവുന്ന സമയം. ആ സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ കുറുകി കൊണ്ടുവന്നാൽ എന്നാ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടങ്ങ് കട്ട പിടിക്കും. അപ്പോൾ നമ്മളൊന്ന് ഫ്രിഡ്ജ് ഇച്ചിരി കൂടുതലുണ്ട്, ബാക്കിയുള്ളതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചു, പിറ്റേ ദിവസം ആവുമ്പോൾ തന്നെ ഏതാണ്ട് അട്ട പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കും. അങ്ങനെ വന്നാലും പിറ്റേ ദിവസം കുറച്ച് പാല് നന്നായിട്ട് തിളപ്പിച്ച് വെച്ച് ഒഴിക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ വന്നാൽ ഇപ്പോൾ ബൈ ചാൻസ് അങ്ങനെ വന്നാലും നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളങ്ങനെ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. നമ്മൾ പാലും പഞ്ചസാരയും എല്ലാം അതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇനി നമ്മൾ അധികം കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞ് പിന്നെ ഭയങ്കരമായിട്ട് കൂടിപ്പോവും. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം അതിനകത്തേക്ക് ചേർക്കും. കിടക്കട്ടെ, അതിന് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ഗ്യാസ് അങ്ങനെ ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ, മതി. കാരണം ഇതെന്തോ ഇത്രയും വെള്ളം വേണം. കാരണം നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോഴത്തേനും പിന്നെ അത് കട്ട പോലെ ആവാതിരിക്കാൻ ഇത്രയും വെള്ളം വേണം. പായസമല്ലേ നമ്മൾ ഉണ്ടാകുന്നത്, അടയല്ലോ, ഇത്രയും ഇത് വേണം. ഇനി അതിന് ലാസ്റ്റ് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയാണ് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പായസം ഓഫ് ചെയ്തു കേട്ടോ ഞാൻ പായസം. അതിനുശേഷം നമ്മൾ ഫൈനലായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഫുൾ ഇങ്ങനെ നമ്മുടെ പായസം ഇങ്ങനെ റെഡിയായി ഇങ്ങനെ എടുത്തു വെച്ചു. ശേഷം നമുക്ക് അമ്മയൊന്ന് വിളിച്ച് നോക്കാം, ടേസ്റ്റ് നോക്കാനായിട്ട്. അത്